നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കൊണ്ടുപിടിച്ച നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരെയും പ്രധാന നേതാക്കളെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് കുതിരക്കച്ചവടത്തിന്റെ എല്ലാ വേർഷനുകളും പരീക്ഷിക്കുകയാണ് ബിജെപി. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ ജനാധിപത്യ രീതിയിൽ എങ്ങനെ ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാമെന്ന ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും പരമാവധി ജനങ്ങളെ നേരിൽ കാണുക എന്ന ചിന്തയുമായി രണ്ടാം ഭാരത് ജോഡോ യാത്രയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഹിന്ദി ഹൃദയഭൂമി കൈവെള്ളയിൽ ഒതുക്കിയാൽ മാത്രമേ രാജ്യഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിന്റെ ഭാഗം തന്നെയാണ് ഉത്തരേന്ത്യയിലെ ഈ ന്യായ യാത്ര. ഈ 24 മണിക്കൂറിലെ കോൺഗ്രസ് യാത്രയെ അനവസരത്തിലെ നാടുതണ്ടലെന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ പോലും നിശിതമായി വിമർശിക്കുമ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി യാത്ര നടത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങും മുൻപ് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഹൈക്കമാൻഡിന്റെ വാർ റൂമുകളിൽ തകൃതിയായി നടക്കുന്നു എന്നതിന്റെ എല്ലാ സൂചനകളും പുറത്തു വരികയാണ്. ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷയേകുന്ന നീക്കങ്ങളുടെ വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ത്യ മുന്നണിയിൽ അനൈക്യമാണെന്ന പ്രചരണങ്ങൾക്കിടെയാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് ചർച്ചകൾ ഏകദേശം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ബിജെപിയെ മലർത്തിയടിക്കാൻ സാധിക്കൂ എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ നീക്കങ്ങൾ. ദില്ലി, ഹരിയാന, അസം, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ സഖ്യമായി മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ കേരള മോഡൽ മത്സരം നടക്കും. ഛത്തീസ്ഗഡ്, ഗോവ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റുകളിലും മത്സരിക്കും. ഹരിയാനയിൽ കോൺഗ്രസ് 9 സീറ്റുകളിലും ആം ആദ്മി 1 സീറ്റിലും മത്സരിക്കും. അസമിൽ 1 സീറ്റിലും ഗുജറാത്തിൽ 2 സീറ്റിലും ആം ആദ്മി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതോടെ ഈ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി സീറ്റുകൾ തൂത്തുവാരാനുള്ള സാഹചര്യം കൈവന്നിരിക്കുകയാണ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ന്യൂദില്ലി, നോർത്ത് വെസ്റ്റ് ദില്ലി, വെസ്റ്റ് ദില്ലി, സൗത്ത് ദില്ലി എന്നീ സീറ്റുകളിലും കോൺഗ്രസ് ഈസ്റ്റ് ദില്ലി, നോർത്ത് ഈസ്റ്റ് ദില്ലി, ചാന്ദിനി ചൗക്ക് എന്നീ സീറ്റുകളിലാണ് മത്സരിക്കുക. ഗുജറാത്തിൽ ബറൌച്ച്, വാംനഗർ സീറ്റുകളിലും ഹരിയാനയിൽ ഗുഡ്ഗാവ് സീറ്റിലും അസമിൽ ഗുവാഹത്തി സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും. എന്തായാലും വൈകി വന്ന ഈ വിവേകം വലിയ വിജയം സമ്മാനിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ.